അവരൊക്കെ റിസൈൻ ചെയ്തു. അതിനാണ് ഞാൻ പറഞ്ഞത്. അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ അമ്മ സംഘടനയല്ല കുറെ എണ്ണത്തിന്റെ അങ്ങോട്ട് അണ്ണാക്കി പിരിവെട്ടിയ അവസ്ഥയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. കുറെ എണ്ണമൊക്കെ വലിയ സംഭവങ്ങൾ പോലെ കയറി മേൽ ഇരുന്നു. ഞങ്ങളാണ് പ്രസിഡന്റ്, ഞങ്ങളാണ് ഭാരവാഹികൾ, ഞങ്ങൾ പറയുന്നത് പോലെ ഇവിടെ നടക്കത്തുള്ളൂ, നമുക്ക് ആരുടെയും പ്രശ്നങ്ങളൊന്നും ഇവിടെ പരിഹരിക്കാൻ പറ്റത്തില്ല, ഇത് നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ടല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ആ സംഘടനയെ കയറിയിരുന്ന് നശിപ്പിച്ചുകൊണ്ട് നാറാണതാക്കിക്കൊണ്ടിരുന്ന കുറേ എണ്ണം ഇന്നലെ അങ്ങോട്ട് തിരശീല വീണിരിക്കുകയാണ് സുഹൃത്തുക്കൾ. വളരെയധികം സന്തോഷമുണ്ട്. മാലാപാർവതി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ നീനാക്കുറുപ്പൊക്കെ അറിഞ്ഞാടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആട്ടമാ തേരോട്ടമാ ആ രീതിയിൽ എല്ലാവരും നല്ല ആഘോഷത്തിലാണ്. പ്രത്യേകിച്ച് ശ്വേതാമേനോന്റെ ഒക്കെ അണ്ണാക്കി പിരിവെട്ടി. അയ്യോ, ഇതിൽ ഏറ്റവും വലിയ കോമഡി ലക്ഷ്മി പ്രിയ അവിടെ കിടന്ന് അജണ്ട മറ്റേ ഗൂഢാലോചന മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കിടന്ന് പിരിവെട്ടി കിടന്ന് തുള്ളുക. കോമഡി. ലക്ഷ്മി പ്രിയയുടെ അവസ്ഥ കാണുമ്പോൾ കോമഡിയാണ്, കോമഡി. അമ്മാതിരി ലെവലിലാണ് കിടന്നങ്ങോട്ട് മെഴുകണത്. ലക്ഷ്മി പ്രിയയുടെ കേസിൽ ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ പുറത്താക്കാൻ വേണ്ടി നിന്നു. ഇനി ഇവളെ പുറത്താക്കണം ആ ഒരു സെറ്റപ്പിലോട്ട് ആയ സമയത്താണ് പുറത്താക്കും മുന്നേ നമുക്ക് സ്വയം പുറത്തായി ആ നാട്ടപ്പേര് അല്ലെങ്കിൽ ആ നാണക്കേടങ്ങ് മാറ്റാന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പ്രിയൊക്കെ സ്വയം മാറിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി പുറത്താക്കുമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും കൊള്ളാം, നല്ല അടിപൊളി സന്തോഷ വാർത്തകൾ. ചുമ്മാ എൻ്റെ പേരിൽ കൊണ്ട് വ്യാജ പരാതി കൊടുത്തല്ലേ, ഞാൻ പറഞ്ഞതൊക്കെ കള്ളമല്ലേ, തെളിയിക്കാൻ ഞാൻ എല്ലാം തെളിയിക്കാൻ ഞാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോന്നായിട്ടൊക്കെ കാണാം. നമ്മുടെ പ്രമുഖ നടിമാരായിട്ടുള്ള ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ഇരുന്നു. എന്തു പറ്റി, ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയല്ലോ. പിന്നെ ആരൊക്കെ പറയുന്നു, ആരൊക്കെ കരക്കമ്പിയിൽ പറയുന്നതാണ് 1 കോടിയോളം സ്പോൺസർഷിപ്പ് വന്ന് 75 ലക്ഷം ബാക്കി 25 ലക്ഷം ഒരാൾ കൊണ്ടു. ഇങ്ങനെയൊക്കെ കരക്കമ്പിയിലൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശ്വേതാ മേനോൻ ബായ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഘടനയിൽ കയറിയിരുന്ന കുറെ അൽക്കുലത്തുകളെ എല്ലാത്തിനെയും എടുത്ത് വെളിയിലെറിഞ്ഞത് നല്ല പരിപാടിയായി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് അമ്മ എന്ന പേരിട്ട് വിളിക്കാൻ ഒരു അർഹതയുമില്ല, വല്ല ആമ എന്ന മൊയിലെന്ന വല്ല ഇട്ട് വിളിച്ചാൽ മതിയെന്ന്. ആ സെറ്റപ്പിലായിരുന്നു ഈ സംഘടന. ഇനിയെങ്കിലും നേരെ കൊണ്ടുപോകാൻ നോക്കുക. അത്യാവശ്യം വിവരം ബോധം ഉള്ളതിനെയൊക്കെ പിടിച്ചിരുത്തുക. അതുപോലെ ഈ തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പകളും പല കേസുകളൊക്കെ ഉള്ള ടീമുകളെന്നും പിടിച്ച് സംഘടനയുടെ ഭാരവാഹികളാക്കാതിരിക്കുക. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് നീനാ കുറുപ്പിന്റെ കുറച്ച് വാക്കുകൾ കേൾക്കാം. ഇത്രയും നല്ല സന്തോഷത്ത് ആ രീതിയിലാണ് നീനാ കുറുപ്പൊക്കെ അവിടെ നിന്ന് കേട്ടെന്ന് അറിഞ്ഞു തുള്ളുന്നത് കാണാം. അവരൊക്കെ റിസൈൻ ചെയ്തു. അതിനാണ് ഞാൻ പറഞ്ഞത്. ആ സ്ത്രീ വരാൻ പാടില്ല. അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. എന്തിനാണ് അവർ ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? ലക്ഷ്മിപ്രിയ ഇന്നലെ ലക്ഷ്മിപ്രിയ എല്ലാ ആണുങ്ങളെ ചവിട്ടി താഴ്ക്കുകയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് പറയാലോ, മെമ്പർ അല്ലല്ലോ, ഇനി എന്നല്ല, ഇവളൊക്കെ മെമ്പർ ആയിരുന്നപ്പോഴും നമ്മൾ പറയാം നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ ഒന്നിലും മെമ്പറുമല്ലോ തേങ്ങയല്ലോ വായ്ത്തോന്നാണ് വിളിച്ചു പറയും, സത്യമായിട്ട് തുപ്പും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഞാനൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും നമ്മളെ പോലുള്ള കുറെ പേര് ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞു #, ക്രിയേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ലക്ഷ്മി പ്രിയക്ക് ചോർച്ചിലായിരുന്നു. ഇപ്പൊ #, കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു കാര്യം ലക്ഷ്മി പ്രിയക്ക് പിടികിട്ടിയല്ലോ. നമ്മൾ യൂട്യൂബേഴ്സ് കുറെ പേരൊക്കെ, എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അതും കൂടി എടുത്ത് പറയാം. കുറച്ച് പേര്, വിരലെണ്ണാവുന്ന കുറച്ച് പേര് അൻസിബയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോട് കൂടി ഇവിടെ വീഡിയോ ചെയ്ത കുറച്ച് പേരുണ്ട്. അതിൽ എൻ്റെ അറിവിൽ ഞാനുണ്ട്, യൂഷു സൈക്കുണ്ട്, ഡാനി സത്യനുണ്ട്. നമ്മൾ 3 പേരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന അൻസിബയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോസ് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ രാജേട്ടൻ, അങ്ങനെ കുറച്ച് പേര് വിരലെണ്ണാവുന്ന കുറച്ച് പേര്, ബിച്ചു, അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് ഈ അൻസിബയ്ക്ക് നീതി കിട്ടണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ലക്ഷ്മി പ്രിയയുടെ പല ഉടായ്പകളും വലിച്ചു കയറി ഒട്ടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം. നീനാക്കുറുപ്പൊക്കെ പറയുന്നത് കേട്ടല്ലോ. നീനാക്കുറുപ്പിനെയൊക്കെ പ്രാഗിത്തള്ളി, അത്രയും വൃത്തികെട്ട മൈൻഡുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഈ ലക്ഷ്മി പ്രിയ. അത്രയ്ക്ക് പ്രാഗിയിട്ടുണ്ടായിരുന്നു ഈ നീനാക്കുറുപ്പിനെയൊക്കെ. നമ്മളന്ന് വോയിസ് കേട്ടതാണ്. ഒരു ഡാൻസിന്റെ എങ്ങാണ്ട് പേരിൽ വെറും മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിൽ നീനാക്കുറുപ്പിനെയൊക്കെ പ്രാഗിത്തള്ളി ഫോൺ വിളിച്ച് അത്രയും മ്ലേച്ഛമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ലക്ഷ്മി പ്രിയ. ഇതിനെയൊക്കെ ഈ മറ്റേ അപ്പുറത്തേക്കുന്ന ലേഡി പറഞ്ഞ പോലെയൊക്കെയാണ് ഏതാണ്ട്. എന്തായാലും സന്തോഷമുണ്ട്, അത് മതി. രാജ്യമല്ല പുറത്താക്കാനാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ല ഒരാളെയും കുറിച്ച്. ഒരു സ്ത്രീയെ കുറിച്ച് ഒരു സ്ത്രീ തന്നെ സ്ത്രീയെ കുറിച്ച് ഇത്രയും എന്താ പറയണ വളരെ നിന്ദമായ വാക്കുകളാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു സ്ത്രീയുടെ വായിന്ന് പറയാത്ത വാക്കുകളാണ്. ഈ ചേച്ചി ഒരു സ്ത്രീയാണ്, അവരൊരു സ്ത്രീയാണ്, അത്രേ ഉള്ളൂ. സ്ത്രീയായിട്ട് എന്ത് കാര്യം?
അങ്ങനെയൊന്നുമില്ല. സ്ത്രീ പുരുഷനൊന്നുമില്ല. ഓരോ വ്യക്തികൾ ചെയ്യുന്നത് അവരവർ ചെയ്യുന്ന തെറ്റുകളാണ്. അവരവർ ജീവിച്ച സാഹചര്യം, അവരവരുടെ അൽക്കുലത്ത് മൈൻഡ് സെറ്റ്, വൃത്തികെട്ട മൊറ്റയെടുത്ത മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ്. ഇതിൽ ടിനി ടോമിനെ പോലുള്ളവന്മാർ വർഗീയത പടച്ചുവിടാൻ നോക്കി. അൻസിബ വർഗീയത അവിടെ തുപ്പി എന്നുള്ള രീതിയിൽ ആ രീതിയിൽ പടച്ചുവിട്ട് എങ്ങനെയെങ്കിലും ആ പാവം കൊച്ചിനെ പുറത്താക്കി എങ്ങനെയെങ്കിലും ഉമാർക്ക് അവിടെ അഴിഞ്ഞാടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ അൻസിബ പോരാടി. സത്യമേവ ജയതേ, സത്യം മാത്രം ജയിക്കുമെന്ന് പറയുന്നത് പോലെ അവസാനം അൻസിബയ്ക്ക് കുറച്ച് നീതി കിട്ടി. ഇനി ബാക്കി കാര്യങ്ങളും കൂടി അൻസിബ മുന്നോട്ട് പോകണം. ഇവളുമാരെ വെറുതെ വിടല്ലേ, ഇവളുമാരെ ഒന്നിനെ വെറുതെ വിടല്ലേ. കാരണം അത്രയ്ക്ക് അവരാതാണ് ഈ പാവം പെണ്ണിനോട് കാണിച്ചിട്ടുള്ളത്. സ്റ്റേഷനിൽ അടക്കം കൊണ്ടിരുത്തി. ഒന്നിനെ വെറുതെ വിടല്ലേ, എല്ലാത്തിനും പിടിച്ചിട്ടിരിക്കണം. എനിക്ക് എന്താണെങ്കിലും സന്തോഷമായി. കാരണം ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷേ ബാക്കി അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് അവൾക്ക് തന്നെ മനസ്സിലായി എന്തായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്. അതുകൊണ്ട് അവൾ രാജിവെച്ചു. നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത്രയ്ക്ക് നിങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ വിധത്തിൽ. എനിക്ക് ആ പേര് പോലും പറയാൻ ഇഷ്ടമല്ല. എനിക്ക് അത്രയ്ക്ക് ട്രോമ ഉണ്ടാക്കിയ രീതിയാണ്. ഞാൻ 39 years ആയി ഈ ഇൻഡസ്ട്രിയിൽ. നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് എഴുതാൻ നിങ്ങൾക്കൊരു അവസരം ഞാൻ തന്നിട്ടുണ്ട്? ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടാണ് എന്നെ കുറിച്ച് പറയുന്നത്. ഇനി ഞാൻ ഇത്രയ്ക്ക് കൂടി പറയുന്നത്. നീനക്കുറുപ്പ് ചേച്ചി ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? പേര് പറ, ലക്ഷ്മിപ്രിയ. നമ്മൾ പറയുന്നില്ലേ, പേടിയില്ല, ഭയം കിടയാതെ സത്യമേവ ജയതയെന്ന് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പോസ്റ്റ് ഇട്ടെങ്കിലും അത് പാലിക്കുന്ന നമ്മളാണ്. നമ്മളെ ന്യായത്തിനൊപ്പം സത്യത്തിനൊപ്പം നിൽക്കും കേട്ടെ. അല്ലാണ്ട് ഇമാതിരി പേടിച്ച് തൂർണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുള്ളത് പോലെ പറയണം. ലക്ഷ്മിപ്രിയയുടെ പേര് പറയാൻ ഒരു പേടിയും വേണ്ട. ഒരാര് അതിന് അൽക്കുലത്ത് പരിപാടികളും കാണിച്ച് കൂട്ടി വെച്ചിട്ട് കണവണാണ്. ഇനി നമ്മുടെ മറ്റേ പ്രമുഖ നടൻ, സ്വന്തം സൗണ്ടിൽ എല്ലാവരും മിമിക്രി ചെയ്യുന്ന നമ്മുടെ പ്രിയ താരം ടിനി ടോം കോമഡി പീസ് പറയൂ. അണ്ണൻ പറയാനുള്ള പറ. എന്താണ് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്? അല്ല പോട്ടെ. ഇവിടെ അവിഞ്ഞ് പണ്ടാറങ്ങി ചീഞ്ഞളിഞ്ഞ് നാറിപ്പോവാനും വേണം ഒരു യോഗ. അതെന്തായാലും നമ്മളെ ടിനേട്ടനുണ്ട്. അവിഞ്ഞ് പണ്ടാറങ്ങി ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് അവിഞ്ഞ് തീരാൻ പറ്റുമോ? അതെന്തായാലും ടിനേട്ടന് പറ്റി. നല്ല കാര്യം. ടിനേട്ടനെ പോലെ അവിയാൻ ടിനേട്ടൻ മാത്രം ബാക്കിയാവുന്നു ഈ ജീവിതത്തിൽ. നീന ചേച്ചി പറ. ഈശ്വരൻ നമുക്ക് ഉത്തരങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നത് ദൈവത്തിന്റെ തന്നെ രീതിയിലാണ് തരിക. ഓക്കെ, ഞാൻ അതിന് ഹാപ്പിയാണ്. ചേച്ചി കർമ്മയില് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? കർമ്മ 100% കൊടുത്താൽ കൊല്ലത്തിന് കിട്ടും. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. എന്റെ കൂടെ ഒരുപാട് പേര്, എന്റെ അമ്മയുടെ മെമ്പേഴ്സ് ഒരുപാട് പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. അത് ഐ എം സോ ഹാപ്പി. ഇത് കഴിഞ്ഞ് അവരെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആനന്ദാശ്രു. സത്യം, വാവ്, അമേസിങ്. എന്തായാലും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ സംഘടനയെ കയറിയിരുന്ന കുറെ നാറ് ചീഞ്ഞളിഞ്ഞ കുറെ ചാണകങ്ങൾ കയറി ഇരുന്നപ്പോൾ അത് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ആക്കി. പക്ഷെ ഇനി ആ സംഘടന മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് അൻസിബയ്ക്ക് നല്ലൊരു സ്ഥാനം ആ സംഘടനയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അവളെ നല്ലോണം നോക്കും. കാരണം ജനുവിനാണ് അവൾ, പക്ക ജനുവിനാണ്. അത് ബിഗ് ബോസ് കണ്ടവർക്കറിയാം. ബിഗ് ബോസ് കണ്ടുകൊണ്ട് ഒരാളെ പൂർണ്ണമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ അവൾ ഗെയിം കളിക്കാനോ ഭയങ്കര പരിപാടിയൊന്നുമില്ല. പക്ഷെ അവൾ അവിടെ കാണിച്ചിട്ടുള്ള കുറച്ച് ഒരു ക്വാളിറ്റി ഉണ്ട്, അവളുടെ സ്വഭാവത്തിലുള്ള ക്യാരക്ടറിലുള്ള കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അൻസിബ ആരാ എന്താണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അൻസിബയ്ക്ക് അടുത്ത പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ആ സംഘടന അടിപൊളിയായിട്ട് കൊണ്ടുപോകും. ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ട് കൊണ്ടുപോകാൻ അവളെ കൊണ്ട് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ കൊടുക്കത്തില്ല. കാരണം വേറെ ഇനി കുറെ ആൾക്കുടുത്തുകൾ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. നോക്കാം. എന്തായാലും തുടർന്നും സംഘടനയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇമാതിരി അപരാധങ്ങൾ സംഭവിക്കാതെ സംഘടനയിൽ നിന്ന് തന്നെ ഫീൽഡ് ഔട്ടായ കുറെ എണ്ണം ഫീൽഡ് ഔട്ടായി മൊത്തത്തിൽ എടുത്ത് കളഞ്ഞത് നന്നായി. നല്ല കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പേഴ്സണലി എന്തോ ഒരു ഗീവ് അവേ കിട്ടിയ സന്തോഷം. സത്യം. ഓക്കെ, ഇനി നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ കുറച്ച് വാക്കുകൾ കേൾക്കാം. അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു.
അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളും കര ഒരു അച്ഛന്റെ റോദൻ എന്ന് പറയുന്ന പോലെ ഒരു ചീവിടിന്റെ കരച്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ ആരോപിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്നുള്ള രീതിയിൽ കിടന്നങ്ങ് മോങ്ങുവാണ്. എന്തായാലും രാജിവെച്ച് സ്വയമേ പുറത്തു പോയത് നല്ലതായി, അല്ലെങ്കിൽ അവരെടുത്തെറിഞ്ഞാൻ. അതുകൊണ്ട് അതിനു മുന്നേ രാജിവെച്ച് പോയത് നന്നായി. രാജിവെച്ച് പോകുന്ന സമയത്തും വലിയ മാലയൊക്കെ ഇട്ട് വലിയ കമ്മലൊക്കെ ഇട്ട് വരാൻ കാണിച്ച മനസ്സാരും കണ്ടില്ല എന്ന് നടിക്കരുത്. അത്രയ്ക്ക് ആഹ്ലാദപരമായിട്ടാണ് മാലയൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് വന്നിട്ടുള്ളത്. എല്ലാം നല്ലത് മാത്രം നടക്കട്ടെ, നല്ലത് മാത്രം ഇങ്ങനെ നടന്നു പോട്ടെ. ഇനി മാലാ പാർവതി ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. അഡ്ഹോക് കമ്മിറ്റി വന്നു. ഇനി ഒരു പുതിയ ഭരണസമിതി വരുമ്പോൾ അൻസിബ തന്നെ പറയുന്നത് പൃഥ്വിരാജോ കുഞ്ചാക്കോ ബോബനോ അതുപോലെ തന്നെ ആസിഫ് അലി തുടങ്ങിയ ആളുകളൊക്കെ അങ്ങനെ കഴിവുള്ള അല്ലെങ്കിൽ കരുണയുള്ള ആളുകൾ വരട്ടെ, അങ്ങനെ ഒരു ഭരണ നേതൃത്വം വരണം, അല്ലെങ്കിൽ ഇത്തരം ആളുകളെ പരിഗണിക്കണമെന്നുള്ളതുണ്ടോ? അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഭരണസമിതി അല്ല, അഡ്ഹോക് കമ്മിറ്റിയാണ്. അത് 3 മാസത്തേക്കാണ് അല്ലെങ്കിൽ 4 മാസത്തേക്കായിരിക്കും, രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതിയിൽ ഏറ്റവും നല്ല അഭിപ്രായം വാങ്ങിച്ച ആശ അരവിന്ദും റോണിയും എല്ലാം അതിനകത്തുണ്ട്, ഡോക്ടർ റോണിയൊക്കെ അതിനകത്തുണ്ട്, പിന്നെ ശ്രീ ഗണേഷ് കുമാറുണ്ട്. അങ്ങനെ ഒരു ഭരണസമിതി, ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് കണക്കും കാര്യങ്ങളും ഒക്കെ അവർക്ക് നോക്കേണ്ടതുണ്ട്. അവരാണ് ഇലക്ഷൻ നടത്തേണ്ടത്. അവരെടുത്തപ്പോൾ അടുത്ത പ്രാവശ്യം ബാക്കി എല്ലാ പേരുകൾക്കും മുകളിൽ ഞാൻ അൻസിബയുടെ പേര് പറയും. അൻസിബ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കട്ടെ എന്നാണ് അവിടെ പൊതുജനമൊക്കെ പറയുന്നത്. അൻസിബ വരണം, അങ്ങനെയുള്ളൊരു കുട്ടിയല്ലേ വരേണ്ടത്. അത് ജനറൽ സെക്രട്ടറി എന്നുള്ളതല്ലേ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വരണം. അൻസിബ വന്നാൽ, അല്ലെ അങ്ങനെ ഒരു നേരുള്ള ഒരാൾ വന്നാൽ, ഈ പറയുന്ന എന്താ ധ്യാനാകട്ടെ, അജു വർഗീസ് ആകട്ടെ, അല്ലെങ്കിൽ എന്താ ചാക്കോച്ചനാകട്ടെ, ഇവരുടെ പേര് ആസിഫ് അലി ആകട്ടെ, എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു പുതിയ വെളിച്ചം ആ സംഘടനയിലേക്ക് വരും. കാരണം ആ സംഘടന ഇപ്പോഴും ഞാൻ പറയുകയാണ്, ആരും പൊതുസമൂഹത്തിനെ ഒരുപാട് മോശമാക്കി സംഘടനയെ പറയുന്നുണ്ട്. വ്യക്തികൾ ചെയ്യുന്ന, ഒരു വ്യക്തി പറഞ്ഞ വാക്കുകളിലെ ഒരു സംഘടനയുടെ സംസ്കാരമാക്കി മാറ്റരുത്. ഒരു വ്യക്തിക്ക് പറയുന്ന വാക്കുകളെ മീഡിയയിൽ ഒരുപാട് തവണ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് വൃത്തികെട്ട സംഘടനയാണെന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ അധിക്ഷേപിക്കരുത്. അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ സംഘടനയെ വിശ്വസിച്ച് അമ്മ എന്ന് തന്നെ വിളിച്ച് കൂടെ നിൽക്കുന്നത്. അപ്പം അത് ആ ഒരുപാട് പേർക്ക്, അതുകൊണ്ടല്ലേ ഇന്നലെ ഒരു കാര്യം നടന്നപ്പോൾ എത്ര വ്യക്തമായ തീരുമാനമാണ് അമ്മ സംഘടനയിലെ അംഗങ്ങൾ എടുത്തത്. ഇതൊരു മുകൾ തട്ടിൽ നിന്ന് വന്ന തീരുമാനമല്ല, താഴെ തട്ടിലുള്ള അംഗങ്ങളുടെ തീരുമാനമാണ് ഇന്നലെ നടപ്പിലായത്. ഈ നേരത്തെയൊക്കെ പുറത്തു പോയ ആളുകളുണ്ട്, ഇപ്പം നേരത്തെ അതിജീവിത അടക്കുന്ന ആളുകൾ, അതുപോലെ WCC എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു പോയ ആളുകൾ, അപ്പോൾ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഈ ഭരണസമിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടന്നില്ല. അപ്പം അത് അൻസിബ വ്യക്തമായി പറഞ്ഞല്ലോ. അൻസിബ പറഞ്ഞു, ഒന്ന് ഒഫീഷ്യലി വിളിക്കുക പോലും ഇവർ ചെയ്യാത്ത എന്താണെന്ന് അൻസിബ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അൻസിബ ഇന്നലെയും ആവർത്തിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവരെ വിളിക്കുമെന്ന് കള്ളം പറഞ്ഞത്, എന്നിട്ട് വിളിക്കാതിരുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. നമ്മൾ സ്ത്രീകൾ വരുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവർ വരാതിരിക്കുവരുടെ കാര്യം. പക്ഷെ ഒഫീഷ്യലി പോയി അമ്മയുടെ ജനറൽ സെക്രട്ടറിയും അമ്മയുടെ പ്രസിഡന്റും പോയിട്ട് നിങ്ങൾ തിരിച്ചു വരണം, നമുക്ക് പുതിയതായി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത് എന്താണ് എന്ന് അൻസിബ ചോദിക്കുന്നതിന് ഒരു ഉത്തരം ഇവർ പറയട്ടെന്നേ. ഞാനല്ല ചോദിച്ചത്, അൻസിബയുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയണം. അൻസിബയെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അൻസിബ ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ല. അൻസിബയുടെ തലയിൽ നല്ല ആൾതാമസമുള്ള നേരുള്ള ഒരു കൊച്ചത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് ഇങ്ങനെ സ്ത്രീകൾ നേതൃത്വമുള്ള കമ്മിറ്റി പുതുതായിട്ട് വരുന്നത്. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും സംഘടനയുടെ ഉള്ളിൽ തന്നെ നടന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ്. പ്രധാനമായിട്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളിക്ക് നേരിട്ടതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എല്ലാം തന്നെ ദുരൂഹമാണ്. കാരണം നമ്മളോട് പറഞ്ഞിരുന്നത് ട്രഷറർ പീഡിപ്പിച്ചു എന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ പീഡനം എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ രാത്രി എന്തോ മെസ്സേജ് അയച്ചത് ചെക്ക് എടുത്തു വയ്ക്കണമെന്നോ എന്തോ ആണ്. അപ്പോൾ നമ്മളെപ്പോലെ അങ്ങനെ ആണും പെണ്ണൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന നിങ്ങളൊക്കെ സമയം നോക്കിയാൽ ജോലി ചെയ്യുന്നത് കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ചാണോ നമ്മളൊക്കെ പണിയെടുക്കുന്നത്? ഞാനല്ല, നമ്മളെപ്പോഴും പണിയെടുക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല. ആ കുട്ടിയുടെ തൊഴിൽ പീഡനം എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ കുട്ടിയുടെ ഒപ്പമാണ് ഞാൻ. ലേബർ കോർട്ടിൽ നിന്ന് എന്താണോ തീരുമാനം വരുന്നത് അത് എന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവരെ പോലും ഇവരുടെ ഗ്രൂപ്പ് വഴക്കിന് ഉപയോഗിച്ചു എന്നുള്ളത് എന്താണ്. കാരണം അവരെ ശ്വേത തിരിച്ചു വിളിച്ചതിന് ശേഷവും ആ കുട്ടി ജോയിൻ ചെയ്യാൻ തയ്യാറായില്ലല്ലോ. ഈ എന്ന് വെച്ചാൽ അതിനകത്തൊരു പാരൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നത്. ലക്ഷ്മി പ്രിയയുടെ ഇൻ്റർവ്യൂ ലക്ഷ്മി പ്രിയ പറയുന്നു, പിന്നെ എന്താണ്, ജനറൽ സെക്രട്ടറിയും പരിവാരങ്ങളും കൂടെ അമ്മ സംഘടനയെ ഒരു അധോലോകമാക്കി മാറ്റി. ഇതേ സെൻറ്റൻസ് തന്നെയാണ് അതുല്യം പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ടിനി ടോം പറയുന്നത്. അപ്പോൾ ചില രാഷ്ട്രീയ പോരുകളിലൊക്കെ ചിലരിങ്ങനെ വന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പരാതി പറയുന്നത് പോലെ എവിടെന്നോ തയ്യാറാക്കി കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും പറയുന്ന പോലെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും.
നേരത്തെ ഇത് പറഞ്ഞ യുവാക്കളുടെ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ഭരണ നേതൃത്വം അത് പിന്നല്ലാതെ അത്ര സജീവമായിട്ട് അത് അവര് ഇന്നലെ അജു അതിനെക്കുറിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു എന്തിലേക്കാണ് അവർ വരേണ്ടത്, എന്തിലേക്കാണ് ഇവർ വരേണ്ടത്, എങ്ങനെ എന്താണ് ഈ വരേണ്ട ഒരു കാര്യം. വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്പോൺസർഷിപ്പും കാര്യങ്ങളും, അവർക്ക് ഇങ്ങനെ ഓരോ സാധനം പിടിച്ച് ഫോട്ടോ എടുക്കാൻ. എന്തിലേക്കാണ് അവർ വരേണ്ടത്? സന്തോഷത്തിലേക്ക്, നന്മയിലേക്ക് വരണ്ടേ? ഒരു ചിരിയുള്ള സംഘടനയിലേക്ക്, പരാതി മഴക്കമുള്ളിടത്തല്ലല്ലോ വരേണ്ടത് എന്നുള്ളൊരു കാര്യം അജു ഇന്നലെ ശക്തമായി സംസാരിച്ചു. അതൊക്കെ തിരുത്തപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വൻ പുതു വെളിച്ചമായിരുന്നു ഇന്നലെ ആ കുട്ടിയുടെ സംസാരം. എനിക്ക് അങ്ങനെയല്ല, ഇവരൊക്കെ ഇലക്ഷൻ നിൽക്കാൻ തയ്യാറായ വലിയ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ അഭിപ്രായമാണ്, അൻസിബ മത്സരത്തിൽ നിന്ന് അൻസിബ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ വളരെ നല്ല തീരുമാനമായിരിക്കും. കാരണം അത്രയും പക്ക ജെന്യൂൻ അവൾ ഈ പറയുന്ന പോലെ ലക്ഷ്മി പ്രിയ പോലെയുള്ള ഉടായ്പ് പരിപാടിയൊന്നും അവൾക്കില്ല. അവൾ ജെന്യൂനായിട്ട് നിന്ന് ജെന്യൂനായിട്ട് ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവളാണ് സത്യം പറഞ്ഞാൽ മത്സരിച്ച് അവൾ ജയിക്കേണ്ടത്. ഇത്രയും ആ ഒരു ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൾ പോരാട്ടം അവൾ നടത്തി, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവൾ കട്ടക്കറ്റം വരെ അവൾ നിന്ന്. അത് മതി, അത് അത്രയും മതി. ഇനി അൻസിബ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഈ കമ്മിറ്റി, അതായത് ഇപ്പോൾ ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങി പോവേണ്ടി വന്ന ഈ കമ്മിറ്റി കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന സമയത്ത് പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുന്നു. ഞാൻ ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ റിക്വസ്റ്റാണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ്, പക്ഷെ ഒഫീഷ്യലി വിളിക്കുക എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന നീതിപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ്. ആ ന്യായപരമായിട്ടുള്ള ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇനി വരുന്ന ഭരണസമിതി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവളുടെ ഈ വാക്കുകളിലുണ്ട് ആ ഒരു സത്യം എന്ന് പറയുന്നതിന്റെ ആ ഒരു വെളിച്ചം. ഓക്കെ, ഞാൻ പറയുന്നത് ഇവളെ തന്നെ പിടിച്ച് പ്രസിഡന്റ് ആക്കി അത്രയും നല്ലതായിരിക്കും. അവൾ പറഞ്ഞു കേട്ടോ, അവിടെ നിന്ന് പോയവരെയും ഈ അതിജീവിത അടക്കം തിരിച്ചു കൊണ്ടുവരണം, എല്ലാവരും വിളിക്കണം, വരുന്നതോ വരാത്തതോ അവരുടെ ഇഷ്ടം, നമ്മളെല്ലാവരും വിളിക്കണം. ആ ഒരു ക്വാളിറ്റി കാണിച്ചതുണ്ട്. സംഘടന അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവളെ കൊണ്ട് കഴിയും. ഇത് വേറെ ആരെക്കാളും അടിപൊളിയായിട്ട് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് അൻസിബയ്ക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി കൊച്ചാണ്, നല്ല ഒരു മൈൻഡ് സെറ്റാണ് അവൾക്കുള്ളത്. ഇനി പാർവതി ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി കേട്ടു നോക്കാം. ഭൂരിപക്ഷം ശ്വേതാ മേനോൻ വിഭാഗത്തിനെതിരായിരുന്നു, അല്ലെങ്കിൽ നിലവിലെ ഭരണസമിതിക്കെതിരായിരുന്നു അല്ലേ? അവസാനം അനൂപ് ചന്ദ്രനും കൊല്ലം തുളസിയും പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ പേരും അൻസിബ പറഞ്ഞതിൽ കൺവിൻസ്ഡ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീമതി മല്ലിക സുകുമാരൻ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നതാണ് മല്ലിക ചേച്ചി. മല്ലിക ചേച്ചി അവസാനം എഴുന്നേറ്റ് കണക്ക് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു ശ്വേത, കണക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ശരി, അപ്പോൾ ഉണ്ണി മുകുന്ദന്റെ പേര് പറയുന്നു, നേരത്തെ കണക്കുകൾ പറയുന്നു. ഈ ഏകപക്ഷീയമായിട്ടാണോ തീരുമാനങ്ങൾ എടുത്തിരുന്നത്? ഇതിപ്പോ കുക്കു പരമേശ്വരന്റെ പേരുണ്ട്. അവർ കണക്ക് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു ബഹളം ഉണ്ടായതെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് ഒരാൾക്ക് പറ്റിയ പിഴവ് എന്നാണോ, അതിൽ ചിലർ ചേർന്ന് നടത്തിയ പിഴവുകൾ എന്നാണോ, എങ്ങനെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്? അതായത് ഇവർ പറയാൻ ശ്രമിച്ചത്, ഇവരുടെ മുഴുവൻ കണക്കും ഇവർക്ക് കാണിക്കാൻ പറ്റാത്തത് ശ്രീ ബാബുരാജിന്റെ സമയത്തെ കണക്കുകളിൽ വന്നിട്ടുള്ള പിഴവ്, അത് ഇവർക്ക് കൃത്യമായി കടലാസുകൾ കൈമാറാത്തത്, ഇവർക്ക് ബുക്സ് കൈമാറാത്തത് ആണ് ഒരു പ്രശ്നമായിട്ട് അവിടെ ഉയർത്തി കാട്ടിയത്. അപ്പോ ഉണ്ടായ ഒരു ചോദ്യം, ബാബുരാജിനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് കൊടുത്തോ? ഇവർ കണക്ക് കൊടുത്തില്ല. അപ്പൊ അപ്പു എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ആ പയ്യൻ ചിലപ്പോൾ പേപ്പറുകൾ കൊടുത്തു കാണില്ല. അപ്പൊ ബാബുരാജിനെ വിളിച്ചു വരുത്തി ഇത് കൃത്യമായി ചോദിച്ചോ, നോട്ടീസ് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, അവര് ബാബുരാജിനോട് ചോദിച്ചിട്ടില്ല കണക്കുകൾ. മനസ്സിലായോ? അപ്പോൾ ബാബുരാജ് അത് എതിർത്തു. അയാൾക്ക് ഒന്നാമത് അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല, പുള്ളി അഡ്ഹോക് കമ്മിറ്റിയാണ്. സിദ്ദിഖ് സാർ ഫുൾ കണക്ക് കൊടുത്തിട്ടാണ് പോയത്, പിന്നെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് ഇത് മുഴുവൻ ശരിയാക്കേണ്ടത്. അപ്പൊ ഇവര് ബാബുരാജിന്റെ പീരീഡിലുള്ള കണക്ക് ചോദിക്കാനായിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. അപ്പൊ പറഞ്ഞു ഓഡിറ്റഡ് കണക്കാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന്. അപ്പൊ ഓഡിറ്റർ ശ്രീ രഞ്ജിത്ത് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പിന്നെയും ആവർത്തിച്ച് ശ്വേത പറഞ്ഞുകൊണ്ടിരുന്നു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പക്ഷെ അദ്ദേഹം വന്ന് പറഞ്ഞു ഇല്ല, എനിക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ലൂപ്പ് ഹോൾസ് ഉണ്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട്, അതായത് ക്വറികളോടൊപ്പം കൊടുത്ത ഒരു റിപ്പോർട്ട് മാത്രമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്, നോട്ട് എ റിയൽ ഓഡിറ്റ് റിപ്പോർട്ട്. ട്രഷറർ കൈയൊഴിഞ്ഞു, ഞാൻ ഈ കണക്ക് ഒപ്പിടില്ല, എൻ്റെ കയ്യിലല്ല, എന്നെ 3 മാസം മുമ്പ് നിർബന്ധിത രാജിവെച്ച് പോകാൻ പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അയാൾ ഒപ്പിടും. അപ്പോൾ ട്രഷറർ അംഗീകരിക്കാത്ത, ഓഡിറ്റർ അംഗീകരിക്കാത്ത ഒരു കാര്യം അംഗീകരിക്കാൻ എല്ലാവരും ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന്
ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ശ്വേതയോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നു. ആരും ശ്വേത പറയുന്നത് കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു തന്നെയാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ ശ്വേതയോടൊപ്പം തന്നെയാണ് ആൾക്കാർ നിന്നിരുന്നത്. കുക്കുവിന് എതിർപ്പുണ്ടായിരുന്നു, ശ്വേതയോടൊപ്പം ആയിരുന്നു ആൾക്കാർ. പക്ഷെ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഒരു അക്ഷരം തിരിച്ചു പറയാനാവാതെ എല്ലാ കാര്യങ്ങളും കൺവിൻസ്ഡ് ആക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു. അത്രയും വെടിപ്പായിട്ട്, അത്രയും ക്ലിയർ ആയിട്ട് അൻസിബ ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഭാഗത്ത് ജെനുവിനിറ്റി ഉണ്ട്. അതാണ് അതിന്റെ മറ്റൊരു സത്യം. ഈ ശ്വേതാമേനോനൊക്കെ നല്ല പല കരക്കമ്പി സംസാരങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ എല്ലാം കൂടി എടുത്ത് അടിക്കുന്നില്ല. അടിക്കാത്തതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, കയ്യിൽ തെളിവുകൾ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കും. എന്തായാലും രാജിവെച്ച് പുറത്തു പോകും. നന്നായി. ആ സംഘടനയിൽ പോലും നിൽക്കാനുള്ള യോഗ്യത പ്രത്യേകിച്ച് ആ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സാധനത്തിന് ഇല്ല. സംഘടനയിലേ നിൽക്കാനുള്ള യോഗ്യത ഇല്ല. അത്രയ്ക്ക് അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് നല്ല രസമുണ്ട്. ഇന്നലെ അളിഞ്ഞ് ടിനി ടോം, ശ്വേതാമേനോ, ലക്ഷ്മിപ്രിയൊക്കെ പോകുന്നത് അയ്യോ കാണാൻ ചിരിച്ചിരിച്ച് ചത്തിയെ. ലക്ഷ്മിപ്രിയ എന്നെങ്കിൽ സമ്മതിക്കുന്നില്ല. അജണ്ടയാണ്, ഗൂഢാലോചനയാണ്, വാഹ സ്വാഹ, ഈ സെറ്റപ്പിലൊക്കെ ഇരുന്ന് പിടിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഇനിയെങ്കിലും ആ സംഘടന അമ്മ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാകുന്നത് പോലെ സത്യസന്ധമായ ആ സംഘടന മുന്നോട്ട് പോട്ടെ, അല്ലേ? അതല്ല അതിൻ്റെ ശരി. അല്ലാതെ അമ്മയെന്ന പേര് ഇട്ട് ആമയുടെ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റേ അടുത്ത പരിപാടി ആയിപ്പോ. എന്തായാലും ഇത്രയും ദിവസം ആമയുടെ സ്വഭാവം ആയിരുന്നു. ഇനിയെങ്കിലും ഇപ്പൊ താൽക്കാലികമായിട്ട് കുറച്ച് പേരൊക്കെ അതിൽ നിയമിച്ചിട്ടുണ്ട്. ആ സംഘടന ഇനി ബാക്കി ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്ഥാനത്തിൽ ഓരോരുത്തരെ തിരഞ്ഞെടുക്കട്ടെ. അതുപോലെ അൻസിബയ്ക്ക് നല്ലൊരു സ്ഥാനം ആ സംഘടനയിൽ കൊടുക്കണം. പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഏറ്റവും യോഗ്യത ഉള്ളത് ഇപ്പോൾ നിൽക്കുന്നതിൽ അവൾ മാത്രമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.